പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3-ാം പതിപ്പിലെ 3-ാം ദിനമായ ഇന്ന് ആനന്ദ് വേദനയുടെ ഉപയോഗങ്ങൾ എന്ന ഈ ഒരു സെഷനിൽ നമ്മോട് സംവദിക്കുന്നത് ഭാഷാഭൂഷണിയുടെ മുൻ എഡിറ്ററും ഗ്രന്ഥകാരനുമായ ശ്രീ KC നാരായണൻ സാറും അതേപോലെ അധ്യാപകനും യുവ കവിയും ചലച്ചിത്ര നിരൂപനമൊക്കെയായ ശ്രീ VK ജോബിഷ് അവറുകളാണ് ഈ ചർച്ചയിൽ മോഡറേറ്ററായും നമ്മോട് സംവദിക്കുന്നത്. ഈ ഒരു സെഷനിലേക്ക് രണ്ടുപേരെയും ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സെഷനിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മോഡറേറ്റർ ജോബിഷ് സാറിൻ്റെ കൈമാറും. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 3-ാം ദിവസമായ ഇന്ന് ആനന്ദ് വേദനയുടെ ചില ഉപയോഗങ്ങൾ എന്ന ശീർഷകത്തിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് മലയാളത്തിലെ വലിയ എഴുത്തുകാരനായിട്ടുള്ള KC നാരായണൻ സാറാണ്. ഈ സംവാദത്തിൻ്റെ ഒടുവിൽ നിങ്ങളുടെയും കൂടി ഇടപെടലോടുകൂടിയാണ് ഇത് പൂർത്തിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ആനന്ദ് എന്ന എഴുത്തുകാരൻ മലയാളത്തിൽ എഴുതുന്നു എന്ന കാരണം കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ മലയാളിയായ ഒരു എഴുത്തുകാരനായി കാണുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സ്ഥലരാശിയും കാലവും ഭാഷയും ഒക്കെ ചേർത്ത് എഴുതുന്നതാണ് ആനന്ദിൻ്റെ രചനകൾ എന്ന് നമുക്കറിയാം. ഓരോ സമൂഹത്തിൻ്റെയും ഉള്ളടക്കത്തെ, അതിൻ്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് വിവിധ അധികാര ബന്ധങ്ങളാണ് എന്നും ആ അധികാരത്താൽ പീഡിപ്പിക്കപ്പെട്ട പീഡിതരുടെ ചരിത്രമാണ് മനുഷ്യ ചരിത്രം എന്ന അടിസ്ഥാന വീക്ഷണമാണ് ആനന്ദിൻ്റെ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അധികാരം, നീതി, സത്യം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഉത്കണ്ഠകളാണ് ആ രചനകളിലൊക്കെ നാം അറിയുന്നത്. പലപ്പോഴും അതൊരു മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫിലോസഫിക്കലായ അല്ലെങ്കിൽ വളരെ ഒരു ഇൻ്റലക്ച്വൽ പ്ലേ പോലെ നമുക്ക് അനുഭവിക്കാവുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ അർഹിക്കുന്നത് ഒരു സാമാന്യ വായനക്കാരനെ അല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ MN വിജയൻ മാഷുടെ വായനയ്ക്ക് ശേഷം വൈലോപ്പിള്ളി നമ്മുടെ വായനയിൽ കുറച്ചുകൂടി നിവർന്നതുപോലെ ആനന്ദ് അർഹിച്ച ഒരു വായനക്കാരനാണ് KC നാരായണൻ സാർ എന്ന് എനിക്കുറപ്പാണ്. ആനന്ദിൻ്റെ കൃതികളെക്കുറിച്ചുള്ള ആനന്ദിൻ്റെ 2002 ഇറങ്ങിയിട്ടുള്ള 1960 മുതൽ 2002 വരെയുള്ള കഥകളുടെ ഈ സമാഹാരത്തിന് എഴുതിയ 34 പേജോളം വരുന്ന ആമുഖമുണ്ട്. ആ ആമുഖത്തിന് സാർ ഉപയോഗിച്ച ശീർഷകമാണ് വേദനയുടെ ചില ഉപയോഗങ്ങൾ എന്നത്. തീർച്ചയായും അതിനകത്തുകൂടി കടന്നു പോകുമ്പോൾ ആനന്ദ് ഒരു അന്യത്വമില്ലാത്ത സർഗക്രിയയിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു വേദനയിലൂടെ സാർത്ഥകമാക്കുന്ന ഒരു സാഹിത്യ അനുഭവമുണ്ട്. ഈ അനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സ്വതന്ത്ര അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കകത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ, പൗരജീവിതത്തിൻ്റെ ഒക്കെ വേദനകളെ ഒക്കെ സമാഹരിച്ചാണ് ആനന്ദ് എപ്പോഴും തൻ്റെ കൃതികളുടെ ഉള്ളടക്കത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് കാണാം. KC അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, കുരിശാണ് ആനന്ദിൻ്റെ പ്രതീക്ഷ എന്ന്. കുരിശിൽ തറയ്ക്കപ്പെട്ട മനുഷ്യപുത്രൻ അനീതിക്കെതിരായിട്ട് ചോദ്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കുരിശിൽ തറക്കപ്പെടുകയും ആ കുരിശിൽ തറക്കപ്പെടുന്നതോടുകൂടി അയാളുടെ മരണം
സാർത്ഥകമാക്കപ്പെടുന്നുണ്ടെങ്കിലും അത് മരിച്ചു പോകുന്നില്ല. വീണ്ടും ചില മനുഷ്യാസ്തിത്വത്തെ സംബന്ധിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പങ്കുവെച്ചുകൊണ്ടാണ് അത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആനന്ദിൻ്റെ ലിപികൾ അധികാരത്തെയും നീതിയെയും സത്യത്തെയും തൊട്ടുകൊണ്ടാണ് ആനന്ദിൻ്റെ വാങ്മയങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ആ സർഗക്രിയയുടെ വേദനാകരമായ ചരിത്രാനുഭവങ്ങളിലേക്കും ഓരോ ഘട്ടത്തിൽ ആനന്ദിൻ്റെ എഴുത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ടായിട്ടുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചയാണ് അല്ലെങ്കിൽ സംവാദമാണ് ഇവിടെ സാധ്യമാക്കുന്നത്. തീർച്ചയായും നമുക്ക് ആനന്ദ് ഇപ്പോൾ നവതിയിൽ എത്തി നിൽക്കുകയാണ്. ആനന്ദ് എന്ന എഴുത്തുകാരൻ, ആനന്ദ് എന്ന എഴുത്തുകാരൻ്റെ കഥന രീതി മലയാള സാഹിത്യ പാരമ്പര്യത്തിനകത്ത് എങ്ങനെയാണ് ഒരൊറ്റക്കൽ ശില്പമായി നിൽക്കുന്നത്? ആനന്ദ് ഒരു ശില്പി കൂടിയാണ്. ആ എഴുത്തിൻ്റെ മൗലികത മറ്റ് ഭാഷാപരവും ആഖ്യാനപരവും ചരിത്രപരവും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ആനന്ദ് എന്ന എഴുത്തുകാരനെ വേറിട്ട് നിർത്തുന്നത് എന്ന സംസാരത്തിൽ നമുക്ക് ഈ സംഭാഷണം ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതിനായി KC യെ ക്ഷണിക്കുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ആനന്ദിൻ്റെ ജന്മസ്ഥലമായ ഇരിങ്ങാലക്കുടയിൽ ഒരു ആനന്ദ് ലിറ്റററി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാനതിൽ പങ്കെടുത്തു. ഇന്നും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ കടത്തനാടൻ ഫെസ്റ്റിവലിന് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നതാണ്. 2 ദിവസത്തെ ചർച്ച കൊണ്ടൊന്നും തീരാത്ത മട്ടിൽ വളരെ വിപുലമാണ് ആനന്ദിൻ്റെ കഥാലോകവും നോവൽ ലോകവും ശില്പങ്ങളുടെ ലോകവും ആനന്ദിൻ്റെ ആശയങ്ങളുടെ ലോകവും ഉത്കണ്ഠകളുടെ ലോകവും എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അതൊന്ന് പരാമർശിക്കാം എന്ന് വിചാരിക്കുന്നു. പലരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവർക്കോ മറന്നുപോയവർക്കോ വേണ്ടി ചെറിയൊരു സൂചന നൽകാം. ആ കഥയുടെ പേര് അംഗഭംഗം എന്നാണ്. അംഗഭംഗം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഒരു കൈ അറ്റുപോവുക. അപ്പോൾ കൈ അറ്റുപോയ ഒരാളുടെ കഥയാണത്. ഒരു സർവേ പാർട്ടി, ഒരു എൻജിനീയറും കുറച്ച് സർവേയറും കൂടി ഒരു അണക്കെട്ട് സർവേ ചെയ്യാനായിട്ട് ഒരു നാട്ടിലെത്തി. അപ്പോൾ അവിടുത്തെ ആളുകൾ ഒരു സംവേദനവുമില്ല, എന്ത് അടിച്ചമർത്തുകൾക്കും എത്ര റിപ്രഷനുകൾക്കൊക്കെ വശംവദരായിട്ട് അതേപോലെ മനുഷ്യജീവിതങ്ങളാണോ എന്നും പോലും സംശയിക്കാവുന്ന മട്ടിൽ നിർജീവരായിട്ട് കിടക്കണം. അപ്പോൾ അതിലൊരാൾക്ക് ഒരു കൈ അറ്റുപോയി. കൈ മുതല പിടിച്ചിട്ടൊക്കെയാണ്, അത് കഷ്ടമായിട്ട് മുറിഞ്ഞുപോയി. പക്ഷേ അയാൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് ആ ഇല്ലാത്ത കയ്യുമ്പോൾ. അതാണ് ആ കഥയുടെ തീം. മുറിഞ്ഞു പോയ കയ്യിൽ ഈ കൈയുടെ ഇവിടം വരെ മൂളറ്റം വരെ അത് കഷ്ണം പോയി. പക്ഷെ അയാൾ ആംഗ്യം കാണിക്കും ആ കൈ ഉണ്ട് എന്നുള്ള മട്ടിൽ. മാത്രമല്ല ആ കൈ ഉണ്ടെന്ന് മട്ടിലല്ല, ആ കയ്യിൽ അയാൾക്ക് വേദനിക്കും. അയാൾ അങ്ങനെ ഇല്ലാത്ത കയ്യിൽ വേദനിക്കുന്നു, ഇല്ലാത്ത കയ്യിൽ അയാൾ അടികൊള്ളുന്നു, ഇല്ലാത്ത കൈ കൊണ്ട് ഉള്ളവയുടെ മുഴുവൻ വേദന അയാൾ അനുഭവിക്കുന്നു. ഇതാണ് ആ കഥയുടെ തീം. അപ്പോൾ അങ്ങനെ ഒരു കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച ഒരു പോലീസ് കേസിൽ അയാൾ ലോക്കപ്പിലാവുന്നു. ലോക്കപ്പിൽ വില്ല് പോലെ വളച്ചു നിർത്തി ഒരാളെ പ്രതി ചേർത്ത് മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ സ്വസ്ഥനായി മുറിയിലിരിക്കുന്ന ശിവരത്തൻ എന്നാണ് അയാളുടെ പേര്, അയാൾക്കും അതുപോലെ വേദനിക്കാൻ തുടങ്ങി. അതുപോലെ അയാളും അയാൾ പറയാ എന്നെതാ ഭയങ്കരമായിട്ട് വളച്ചു നിർത്തിയിരിക്കുന്നു. അങ്ങനെ താൻ ശരിക്കും ഭൗതികമായിട്ട് ആ വേദനയോ പ്രഹരമോ അനുഭവിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ വേദന അനുഭവിക്കുന്നവരുടെ വേദന ഇയാൾ ഇല്ലാത്ത കയ്യിൽ സ്വയം ഏറ്റുവാങ്ങാൻ. ഇങ്ങനെ മറ്റുള്ളവരുടെ വേദന തൻ്റെ വേദനയായിട്ട് അറിയുന്ന മട്ടിൽ ഫാൻറ്റം ലിംപ് പെയിൻ ഒരു മെഡിക്കൽ പ്രതിഭാസമാണ്. VS രാമചന്ദ്രൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്.
വി.എസ്. രാമചന്ദ്രൻ്റെ ടെൽ ടൈൽ ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിലും വേറെ 2 പുസ്തകത്തിലും ഈ ഫാൻറ്റം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മായാവിലാസമായിട്ടുള്ളത് ആ ഫാൻറ്റം ലിംബ് പെയിനെ പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മെഡിക്കൽ പ്രതിഭാസത്തിനെ ഒരു കലയ്ക്കും സംവേദനത്തിനും പറ്റിയിട്ടുള്ള ഒരു ഉപമയോ രൂപകമായി മാറ്റിയിട്ട് ഈ അവിടെ സാർവത്രികമായിട്ടുള്ള ഈ മനുഷ്യവേദനയെ മർദ്ദനം കൊണ്ടും ക്ഷാമം കൊണ്ടും ആളുകളുടെ അക്രമം കൊണ്ടും ഒക്കെ മറ്റുള്ളവർ അപരൻ അനുഭവിക്കുന്ന വേദനയെ തൻ്റേതായിട്ട് അനുഭവിക്കണം. അപ്പം അതിൽ ആനന്ദ് പറയുന്നുണ്ട്, നമ്മളൊക്കെ എന്താ ഇന്ദ്രിയങ്ങളും സംഗതികളൊക്കെ ഉണ്ട്, കൈയും കാലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ കൈയും കാലും ഒക്കെ മറ്റുള്ളവരുടെ വേദനയെ അറിയാതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ശിവരത്തൻ മാത്രം അത് അറിയാതിരിക്കാനല്ല, ഈ മറ്റുള്ളവരുടെ വേദനയെ സ്വാംശീകരിക്കാനും തൻ്റേത് എന്ന പോലെ അനുഭവിക്കാനുമാണ് അയാൾക്ക് പറ്റുന്നത്. ഇതാണ് ഫാൻറ്റം ലിംബ് പെയിൻ കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന അധിക സംവേദന ശക്തി. അങ്ങനെയുള്ളൊരു അധിക സംവേദന ശക്തി കൊണ്ട് അയാൾക്ക് അനീതിയെ അറിയാൻ കഴിയണം. ഈ നീതിബോധം എന്ന് പറയുന്നത് അവരൻ്റെ വേദനയെ അറിയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം അതുവരെ ആനന്ദിൻ്റെ അംഗഭംഗം എന്നുള്ള കഥ ഒരു വഴിത്തിരിവാണ് അദ്ദേഹത്തിൻ്റെ കഥാജീവിതത്തിൽ, സാഹിത്യ ജീവിതത്തിൽ എന്ന് ഞാൻ പറയും. അതുവരെ ഒരുതരം എക്സിസ്റ്റൻഷ്യലിസ്റ്റ് രീതിയിൽ അവനവൻ്റെ സ്വാതന്ത്ര്യം, അവനവൻ്റെ വേദന, ഇതൊക്കെ ആയിരുന്നു ആനന്ദിൻ്റെ പ്രധാനമായ ചിന്താവിഷയം. പക്ഷേ ഈ ഫാൻറ്റം ലിംബ് പെയിനോട് കൂടി അത് അപരൻ്റെ വേദനയും അപരൻ എന്നുള്ള സാന്നിധ്യത്തെയും ഒക്കെ അറിയുന്ന തരത്തിലുള്ള ഒരു ടൂൾ കൂടി അദ്ദേഹത്തിൻ്റെ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് കാട്ടുതീ, കീടകോശം എന്നുള്ള തുടർച്ചയായിട്ടുള്ള മറ്റ് കഥകളിലേക്ക് വരുമ്പോഴാവട്ടെ ഈ അപരൻ എന്ന് പറയുന്ന സാന്നിധ്യം വല്ലാത്തൊരു നീതിയുടെ സാന്നിധ്യമായിട്ട് കഥ നീതിയുടെ വേദനയിൽ നിന്ന് മാറി നീതിയുടെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നീതിയുടെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, ചെറുകഥകൾ എഴുതുന്നുണ്ട്, പിന്നെ എഴുതുന്നുണ്ട്, നോവൽ തന്നെ എഴുതുന്നുണ്ട്. അത് ഗോവർദ്ധൻ്റെ യാത്ര എന്ന് പറയുന്നത്, യാത്രകൾ എന്ന നോവലിൽ എങ്ങനെയാണ് നീതി പരിഹാസ്യമായിട്ട് ചെന്ന് വരുന്നത്. ഇപ്പോൾ ഹരജി എന്ന് പറഞ്ഞിട്ട് ചെറിയ കഥയുണ്ട്, അതിൽ ഒരു കോടതി വളപ്പാണ് മാത്രം, അത് ചിത്രീകരണമുള്ളൂ. അവിടെ ഒരു ബസാറ് പോലെയാണ്. അപ്പോൾ ആനന്ദ് പറയും, ബസാറിൽ കച്ചവടം ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റേ കോടതി മുറിക്കും കച്ചവടം തന്നെ. അവിടെ നിയമം ഏറ്റവും വില ലേലത്തിൽ വിളിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് വിധി. ഇങ്ങോട്ട് ചായണോ എന്ന് പറയുന്നത് കിട്ടുന്ന ഈ തുലാസിലെ നീതി ഏത് ഭാഗത്താണ് കൂടുതൽ കനം അങ്ങോട്ട് പോകും. അങ്ങനെ നീതി ഒരു പരിഹാസ്യ വസ്തുവുമായിട്ട് മാറുന്നതിൻ്റെ ദുഃഖമാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ നീതി അനുഭവിക്കാത്തവരുടെയും അതിനെ പറ്റിയിട്ടുള്ള ദുരന്തങ്ങളുടെയും ഒക്കെ കഥാകാരനായിട്ട് മാറുന്നതിൻ്റെ മധ്യബിന്ദുവാണ് ഈ അംഗഭംഗം എന്നുള്ള കഥ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആനന്ദിനെക്കുറിച്ച് കേസിക്ക് അത്രയും സംസാരിക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കും. ആനന്ദിൻ്റെ കഥകളെക്കുറിച്ച് കേസിയുടെ വളരെ ഗംഭീരമായ ഒരു സൂക്ഷ്മ നിരീക്ഷണമുണ്ട്. ഒരു കഥാകാരനെ, ഒരു എഴുത്തുകാരൻ്റെ ആദ്യാവസാനം അയാളുടെ ചില ദർശനങ്ങളുടെ സാക്ഷാത്കാരമാണ് അത് ഫിക്ഷനിലും നോൺ ഫിക്ഷനിലും ശില്പത്തിലും ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിലൊക്കെ പ്രത്യക്ഷമായത് എന്ന് അതിൻ്റെ തുടർച്ചയിൽ നോക്കി മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കേസി പറയുന്ന ഒരു കാര്യം, ആനന്ദ് എഴുതിയിട്ടുള്ള നോവലുകളുടെ ഒക്കെ ആ പിൽക്കാലത്ത് ആ നോവലുകൾ ഉണ്ടായിത്തീരുന്നതിന് മുമ്പേ ഒരു നിരീക്ഷകനെ പോലെ ആനന്ദ് ചെന്ന് നോക്കിയ ഇടങ്ങളായിരുന്നു ആനന്ദിൻ്റെ പല ചെറുകഥകളും എന്ന്. ഉദാഹരണത്തിന് ആൾക്കൂട്ടം എന്ന് പറയുന്ന ആ നോവലാണ് സുന്ദരിയല്ലാത്ത ഒരു പെൺകുട്ടി എന്ന അപ്രകാശിത കഥയാവുന്നത്. ഗോവർദ്ധൻ എന്ന മുന്നേ എഴുതിയ ഒരു കഥയാണ് പിന്നീട് ത്രിശങ്കു എന്ന പേരിൽ എഴുതിയ കഥയാണ് പിന്നീട് ഗോവർദ്ധൻ്റെ യാത്രകളായി പിന്നീട് മാറുന്നത്. അതുപോലെ അളവുകൾ എന്ന കഥയാണ് അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്ന
എന്ന നോവലായിട്ട് മാറുന്നത്. അഭയാർത്ഥികൾ എന്ന പേരിൽ 75 ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഗംഗയുടെ പാലം എന്ന 60കളിലെ ആ കഥ ഒക്കെ ഈ പറയുന്ന, അതായത് ആദ്യം ചെറുകഥാ രൂപം ആർജിക്കുകയും പിന്നീട് നോവൽ രൂപം ആർജിക്കുകയും ചെയ്തതിൻ്റെ ഒരു ചരിത്രബന്ധിതമായ ആ കഥയും നോവലും എന്ന ആഖ്യാനത്തെ, ഈ ഒരു സമീപനം മറ്റ് നോവലിസ്റ്റുകൾക്കൊന്നുമില്ലാത്ത ആ ഒരു സമീപനത്തെക്കുറിച്ച് അത് എഴുതാനുണ്ടായ ചില സാഹചര്യങ്ങൾ എം ഗോവിന്ദനുമായി പങ്കുവെച്ച അനുഭവം കൂടി മാഷ് പറയും. അതെ, ഈ ആനന്ദ് ഒരു അജ്ഞാതനായിരുന്നു. അയാൾ എവിടെയോ ജോലി ചെയ്യുന്ന ഒരാൾ, നമ്മൾ ആരും അയാളെ കേട്ടിട്ടില്ല. സാധാരണഗതിയിലൊരു ക്രമം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളുടെ ക്രമം മാതൃഭൂമി ആഴ്ചവെപ്പിൽ ചില ചെറുകഥകൾ എഴുതി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിലൊരു നോവൽ സീരിയലൈസ് ചെയ്ത് അത് ക്രമത്തിലൊരു ബുക്കാക്കി, അങ്ങനെ 5-8 വർഷം കൊണ്ട് ഒരു പ്രസിദ്ധ കഥാകൃത്തും പ്രസിദ്ധ നോവലിസ്റ്റും ഒക്കെ ആയി മാറുക. ഇങ്ങനെ ക്രമേണ വളർന്ന് വരുന്ന ഒരു എഴുത്തുകാരനെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. ആനന്ദ് പ്രസവിച്ചപ്പോൾ തന്നെ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഫുള്ളി ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് പ്രസവിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന ഒരു ആനന്ദ്, അയാൾ 0 എന്നുള്ള കഥ എന്തോ ഒരു ഗംഭീര കഥയാണ്. ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി ജനിച്ച ഒരു നോവലിസ്റ്റോ എഴുത്തുകാരനാണ് ആനന്ദ്. അപ്പോൾ അങ്ങനെ അയാൾ 1967 മുതൽക്ക് 70 വരെ, അല്ലെങ്കിൽ 62 മുതൽക്ക് 69 വരെയുള്ള 8-9 കൊല്ലം കൊണ്ട് എഴുതിയ നോവലാണ് ആൾക്കൂട്ടം. അപ്പോൾ ആൾക്കൂട്ടത്തിനെ പറ്റി അദ്ദേഹം പറയേണ്ടത്, ഇന്ത്യയുടെ ഈ കാലം ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ മുമ്പിൽ, ഞാൻ നോവലേ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാലം ഇങ്ങനെയായി, എനിക്ക് ഈ നോവൽ എഴുതേണ്ടതായിട്ടും വന്നു. അങ്ങനെ എഴുതിയതാണ് ആൾക്കൂട്ടം. അപ്പോൾ ഇത് എവിടെ പ്രസിദ്ധീകരിക്കാം? ആനന്ദ് പറയും, എനിക്ക് ഒരു പത്രാധിപരെയും പരിചയമില്ല, ഒരു ഗ്രന്ഥാലയശാലക്കാരെയും പരിചയമില്ല, ഈ പത്രാധിപന്മാർക്ക് ഇങ്ങനൊരാളെയും പരിചയമില്ല. അന്ന് ആനന്ദിൻ്റെ മേൽവിലാസം അറിയുന്നവരായിട്ട് കേരളത്തിൽ ഒരു പത്രാധിപരുമില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? അയാൾ എം ഗോവിന്ദന് ഒരു കത്ത് എഴുതാണ്, ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനെ 1958 മുതൽ തെണ്ടിയായിട്ട് ഞാൻ ഇന്ത്യയിൽ പല ദിക്കിലും അലഞ്ഞു. അപ്പോൾ ഇത് എഴുതാനിട വന്നു, ഈ നോവൽ അത് ഇവിടെ വെച്ച് പോകുന്നു. അപ്പോൾ ഗോവിന്ദൻ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് ഗോവിന്ദൻ അതിൽ പറയും, ആ പൊതിയിൽ ചായ കുടിച്ച ഗ്ലാസ് അതിൻ്റെ മുകളിൽ വെച്ച് എൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, അത്ര ഉദാസീനാണ്. ആ കത്തുകൾ മുഴുവൻ സമാഹരിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു മുഖവുരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി തൻ്റേതാണ് എന്നുള്ള ഒരു അഹങ്കാരമോ അഹംഭാവമോ ഇല്ലാതെ, പക്ഷേ എഴുത്താണ് തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏക പണി എന്ന് വിശ്വസിക്കുക. ഇതാണ് രണ്ടും. ആ എഴുതപ്പെട്ട പ്രോഡക്റ്റിനോട് അയാൾക്കൊരു കെട്ടുപാടുമില്ല, പക്ഷേ എഴുത്ത് എന്നുള്ള പ്രവൃത്തിയോട് അസാമാന്യമായ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇതാണ് ആനന്ദിനെ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ധർമ്മം, അതല്ലെങ്കിൽ ഒരു അടയാളം. എഴുതുക എന്നുള്ള പ്രവൃത്തി അത്യന്തം സർവപ്രധാനമാണ്. എനിക്ക് എഴുതിയ ഒരു സ്വകാര്യ കത്തിൽ എഴുത്തിന് എതിരായ എല്ലാ നടപടികളെയും ഞാൻ വർജിക്കുന്നു. എന്തൊരു സെൻറ്റൻസാണ് അത്! എഴുത്തിന് വിപരീതമായ എല്ലാ നടപടികളെയും ഞാൻ വർജിക്കുന്നു. അയാൾ വലിയ ഓഫീസറായിരുന്നു. അതായത് ഫറാക്ക ബാരേജിൻ്റെ സൂപ്പറിൻഡിങ് എഞ്ചിനീയറായിരുന്നു. പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഡയറക്ടറായി. വലിയ ഉദ്യോഗം. പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അതിന് ആൻസർ സപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അയാളാണ് സ്വന്തം ടിക്കറ്റ് എടുക്കാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ മുമ്പ് ക്യൂ നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്യൂണിനെ അയച്ചാൽ പോരെ? ആ പ്യൂൺ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളല്ലേ, എൻ്റെ കാര്യം ഞാൻ നല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഓഫീസറെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഈ സൂപ്പറിൻഡിങ് എഞ്ചിനീയറും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഡയറക്ടറും ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആൾക്ക് എത്രയോ സ്വകാര്യ ബിസിനസ്സുകളും കൺസൾട്ടേഷനും, ഒരു ഓഫീസ് മുറിയിട്ട് റിട്ടയർഡ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡയറക്ടർ കൺസൾട്ടൻറ്റ് എന്ന് ഇട്ട് ഒരു ബോർഡിട്ട് ഇരുന്നാൽ മാത്രം മതി, ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇതല്ല അയാൾക്ക് പണി. അയാൾ പറഞ്ഞു, എഴുത്താണ് എൻ്റെ പണി, എഴുത്തിനെതിരായ എല്ലാത്തിനെയും ഞാൻ വർജിക്കുന്നു. ഇതാണ് എഴുത്തുകാരെന്നുള്ള സാധനം. ഇതാണ് എഴുത്തുകാരൻ. അല്ലാണ്ട് സമ്മാനം വാങ്ങുന്നവരോ ഈ അവാർഡുകൾ സ്വീകരിക്കുന്നവരോ കേളി കേട്ട് ഘോഷിക്കപ്പെടുന്നവരോ ഒന്നുമല്ല. എഴുതുന്നവനാണ് എഴുത്തുകാരൻ. അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞ ആ ചോദ്യോത്തരവേള വളരെ ഗംഭീരമായിരുന്നു.
അയാൾ അതാണ് പറഞ്ഞത്, ഞാൻ എഴുതുന്ന ഒരാളാണ്, അങ്ങനെയുള്ള എഴുത്തുകാരുണ്ടാവണം നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. അപൂർവം അല്ലേ, നമുക്ക് മലയാള ഭാഷയിൽ അല്ലെ ഏറ്റവും അപൂർവമായ വ്യക്തികളിൽ അല്ലെങ്കിൽ എഴുത്തുകാരിൽ ഒരാളാണ് ആനന്ദ് എന്നറിയാം. ആനന്ദിൻ്റെ തുടക്കത്തിൽ ആദ്യം നേരത്തെ സാറ് പറഞ്ഞതുപോലെ പൂജ്യം കഥയൊക്കെ വായിച്ചാൽ ജാനി ബാപ്പ അല്ലേ മരിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കഥയൊക്കെ വായിച്ചാൽ KC നേരത്തെ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ എഴുതി പാകതയാർജിക്കുകയാണ് എഴുത്തുകാർ. അങ്ങനെയാണ് കേരളത്തിൻ്റെ എഴുത്തിൻ്റെ ചരിത്രം. പക്ഷേ എഴുതുമ്പോൾ തന്നെ ഏറ്റവും പാകതയാർജിച്ച ഒരാൾ എന്ന നിലയിലാണ് ആനന്ദ് എഴുതിയത്. ആ ഘട്ടത്തിൽ എഴുതിയ പൂജ്യം, വിഗ്രഹം, വാടക വീട്, നാടകം എന്ന നീണ്ട കഥകളൊക്കെ ഒരു നാഗരികമായ അല്ലെങ്കിൽ അതിൻ്റെ ഭൂപ്രദേശങ്ങൾ, അതിൻ്റെ സമതലങ്ങൾ, അതിൻ്റെ ഇടങ്ങൾ എല്ലാം മറ്റൊരു ലോകം, ഏറ്റവും അത് വായിക്കുമ്പോൾ തന്നെ ഒരു മൂർത്തമായ സാന്നിധ്യമായിട്ട് അതിലെ കഥാപാത്രങ്ങളും ഭൂപടങ്ങളും അതിൻ്റെ സ്ഥലരാശികളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ 70കളോടുകൂടി ആനന്ദിൻ്റെ രചനകളിൽ ചില അമൂർത്ത സാന്നിധ്യം, ചില ആശയങ്ങൾ, ചില പ്രബന്ധരചന രീതികൾ പോലെ പിന്നീട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ള, ഒരുപക്ഷെ അതൊക്കെ ആ നിലയിൽ കൂടി സങ്കല്പിക്കപ്പെട്ട കഥാഭൂമികകളായിരുന്നു. അതിൻ്റെ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിടവ് അല്ലെങ്കിൽ ആ പതിറ്റാണ്ടിൻ്റെ വിടവും 70കളിലെ കേരളീയ അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂപടത്തിനകത്ത് നിന്ന് ആനന്ദിൻ്റെ ഭാവനയുമായി ചേർത്ത് നിർത്തി ആ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറിച്ച് സംസാരിക്കും. അതെ, അതിപ്പോൾ ഈ ആദ്യകാലത്തെ ഈ അതൊരു ഉപമ. അദ്ദേഹം അനവധി കാലം പട്ടാളത്തിലായിരുന്നു, പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു കൊണ്ണൈസൻസ് ട്രൂപ്പിനെ വിടും, സ്ഥലമൊക്കെ പരിശോധിക്കാം. അങ്ങനെ വിടുന്ന ചില ദൂതന്മാരാണ് ഇയാളുടെ ചെറുകഥകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആദ്യമൊക്കെ സ്ഥലമൊക്കെ പരിശോധിച്ച് ആർമിയുടെ സാന്നിധ്യം അല്ല എതിരാളികളുടെ സാന്നിധ്യം ഉണ്ടോ, ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടോ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ എന്ന് അന്വേഷിച്ചറിയാനായിട്ട് ആദ്യം ചില ട്രൂപ്പിനെ വിടും. അങ്ങനെ ട്രൂപ്പ് വന്നിട്ട് കാര്യമൊക്കെ ശരിയാണ്, ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ ആ ബറ്റാലിയൻ അങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ആനന്ദിൻ്റെ എഴുത്ത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം പോകുന്ന നിരീക്ഷക വ്യൂഹങ്ങളാണ് ഈ ചെറിയ കഥകൾ. അങ്ങനെ രണ്ടാമത്തെ പ്രധാന വ്യൂഹം വരുമ്പോഴേക്കും അത് നോവലായി. ഇങ്ങനെയാണ് അയാളുടെ എല്ലാ കഥകളും. ആദ്യത്തെ ഈ ഒരുപാട് കഥകളുടെ പേര് ഞാൻ പറഞ്ഞത്. രണ്ടാമതാണ് ആൾക്കൂട്ടം വരിക. അത് കഴിയുമ്പോഴേക്ക് മരണ സർട്ടിഫിക്കറ്റ് വന്നു. പിന്നെ വീണ്ടും ഈ വ്യൂഹം വരികയാണ്. ഗംഗയിലെ പാലം വരുന്നു. 72 OV വിജയൻ്റെ തീട്ടം എന്നുള്ള കഥ വന്ന അതേ യുഗരശ്മിയിലാണ് ഗംഗയിലെ പാലം വരുന്നത്. ഞങ്ങൾക്കൊക്കെ അന്നത്തെ ഈ ഒരു കഥ വന്ന കാലം അങ്ങനെയാണ് കാലം അടയാളപ്പെടുത്തുക. ഇന്ന കഥ വന്ന കാലം, തീട്ടം വന്ന കാലം, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ സർപ്പങ്ങൾ വന്ന കാലം, ഇങ്ങനെ ഓരോ കവിതയും ഓരോ കഥയും ഓരോ നോവലും വന്ന കാലം എന്ന് ജീവിതത്തെ അങ്കനം ചെയ്യുന്ന മട്ടിലുള്ള ഓർമ്മയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾ സാഹിത്യ ജീവിതത്തെ അന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആനന്ദിൻ്റെ കൃതികൾ വന്ന കാലം, അതെനിക്ക് അദ്ദേഹത്തിനുള്ള പ്രിയം കൊണ്ടും കൂടിയാണ്. പല ആൾക്ക് പട്ടത്തുകളുടെ വന്ന കാലം, ഒവിജൻ്റെ കഥ. പക്ഷെ ഇങ്ങനെ ആയിരുന്നു അന്നത്തെ സാഹിത്യാസ്വാദന മണ്ഡലത്തിൻ്റെ ഓർമ്മകൾ എന്നുള്ളത് കേൾക്കുമ്പോൾ ഇത് അനുശീലിക്കാത്ത ആളുകൾക്ക് അത്ഭുതം തോന്നും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പലർക്കും സിനിമ വന്ന കാലം വെച്ചിട്ടൊക്കെ ഒരു മറ്റേ കാലത്തിനെ അടയാളപ്പെടുത്തും. പക്ഷെ ഇത് ഓരോ കഥയും വന്ന കാലം. അങ്ങനെ ആനന്ദിൻ്റെ ഈ കഥകളൊക്കെ വന്ന കാലം വെച്ചിട്ടാണ് ഞാൻ ആനന്ദിൻ്റെ ജീവചരിത്രത്തിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കുഴി, അങ്ങനെ ഒരുപാട് കഥകൾ, ബാദ്ഷാനാമ, അത് ഏകാധിപതിയുടെ കഥയാണ്. അത് അടിയന്തരാവസ്ഥ കാലത്താണ് എഴുതിയത്. ബാദ്ഷാനാമ എന്ന് പറയുന്നത് ബാദ്ഷയുടെ ചരിത്രം. ആ ബാദ്ഷയുടെ ചരിത്രത്തിൽ എന്താ പറഞ്ഞത്? ആ ബാദ്ഷ എല്ലാ ഏകാധിപതികളുടെയും ഒരു മൂർത്ത രൂപമാണ്. അയാൾ പറയുക, ജനങ്ങളാണ് എൻ്റെ ശത്രുക്കൾ, ജനങ്ങളാണ് എൻ്റെ ശത്രുക്കൾ. അതെ, ജനങ്ങളാണ് എൻ്റെ ശത്രുക്കൾ. അതുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടാണല്ലോ യുദ്ധം, വേറെ ആർക്കും എതിരായിട്ടല്ല. അപ്പം അവനവൻ്റെ പ്രജകൾ, അയാൾ കൊണ്ടുവന്ന വലിയ ഭരണപരിഷ്കാരത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ ശമ്പളം നിർത്തലാക്കി, അഴിമതിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു താലൂക്ക് ഒരാൾക്കാണ്ട് ലേലം കൊടുക്കും. നിങ്ങൾ തഹസിൽദാരായിട്ടിരുന്നു, നിങ്ങൾക്ക് ഒരു തുക ഖജനാവിൽ അടച്ച് നിങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഇത് ലേലം ചെയ്തെടുത്തു. അങ്ങനെ ലേലം ചെയ്തെടുത്താൽ അയാൾ ഇഷ്ടം പോലെ നികുതി വിരിച്ച് കാശിലായിക്കോ.
അപ്പോൾ ഇത് വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഭരണവ്യവസ്ഥയായിട്ട് ചരിത്രകാരൻ കൊണ്ടാടുകയാണ്. നോക്കൂ, എത്ര ഗംഭീരമായിരിക്കും ആ ചൂഷണത്തിൻ്റെ തീവ്രത, എത്ര ഗംഭീരമായിരിക്കും ആ ഭരണാധികാരികൾ ഏർപ്പെടുന്ന ആ ചൂഷണത്തിൻ്റെ നിർദ്ദയത. ഇങ്ങനെയുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി ഇങ്ങനെയുള്ള ഒരു ഇരുണ്ട രാത്രിയുടെ കഥയാണ് 70കളിൽ അദ്ദേഹം എഴുതുന്നത്. അത് അടിയന്തരാവസ്ഥയുണ്ട്, നക്സലിസം, അങ്ങനെ എല്ലാ കഥകളിലും വരുന്നുണ്ട്. അപ്പോൾ ആ രാത്രിയെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ള സംഗതികൾ വരുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ പട്ടാളക്കാരെ കുറിച്ച് ആനന്ദ് പട്ടാളത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചത്, ആനന്ദ് തന്നെ 1967 മുതൽ 71 വരെ പട്ടാളത്തിലായിരുന്നു. അന്യത്വത്തിൻ്റെ അടയാളമായിട്ട് ഒരു പട്ടാളക്കാരനോളം വലിയ രൂപകമില്ല എന്ന് ആനന്ദ് എഴുതിയിരുന്നു. ആനന്ദിൻ്റെ കഥാഭൂപടത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള വിമർശനം, അത് ചരിത്രവും കഥയും, പൊതുവേ നമ്മൾ സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരു വൈകാരിക അനുഭവങ്ങളുടെ സംഗമ ഭൂമിയായിട്ട് അല്ലേ, അത് ഇതിനകത്ത് ആനന്ദിലേക്ക് എത്തുമ്പോൾ ചരിത്രം, കഥ അല്ലെങ്കിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്ന ആ വിഭജനത്തെ ഒരേ സമയം ചഞ്ചലവും അസ്ഥിരവുമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആഖ്യാന ഭൂപടം. അതുകൊണ്ട് തന്നെ ആനന്ദ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. മലയാളത്തിൻ്റെ ഒരു സവിശേഷമായ തുടർച്ചയ്ക്കകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരാൾ, ആൾക്കൂട്ടത്തിൽ നിന്ന് അല്ലേ മാറി നിൽക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ. അതിനെക്കുറിച്ച് അതെ, അത് എനിക്ക് അതിലൊരു വിമർശനമോ എതിരഭിപ്രായമോ ഇല്ല. കാരണം ആശയങ്ങൾ ധാരാളമുണ്ട് ആനന്ദിൽ, ഉറപ്പാണ്. പക്ഷേ ഒരു ഫിലോസഫി ജേണലിൽ ഇടം പിടിക്കാവുന്ന മറ്റുള്ള ആശയങ്ങളല്ലത്. ഒരു ഫിലോസഫി ജേണലിൽ ഒരിക്കലും സാധ്യമല്ലാത്ത എന്ന് പറയാം. ഇപ്പോൾ മ്യൂസിൽ എന്ന എഴുത്തുകാരനെ കുറിച്ചിട്ട് മിലാൻ കുന്ദേര പറയുന്നുണ്ട്, അയാൾ ഒരു ഫിലോസഫി ജേണലിൽ ജീവിക്കാൻ പറ്റില്ല ആൾക്ക്. അത് ഫിക്ഷനിൽ മാത്രം ജീവിക്കുന്ന, ആ വെള്ളത്തിൽ ജീവിച്ചാൽ മാത്രം ശ്വസിക്കാവുന്ന ഒരു തരം സവിശേഷ മീൻവർഗമാണത്. അങ്ങനെയുള്ള ആ സവിശേഷ മീൻവർഗമായിരിക്കുന്നതിൻ്റെ ശ്വസനേന്ദ്രിയങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വെറും ആശയങ്ങളാണെങ്കിൽ ജേണലിലോ എവിടെയും ജീവിക്കാം. പക്ഷേ ഈ ആനന്ദിൻ്റെ ആശയങ്ങൾ ഒരിക്കലും ഈ ഫിക്ഷൻ്റെ ഉള്ളിലേ അതിന് ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിക്ഷൻ, ചരിത്രം, ഈ രണ്ട് അതിർരേഖകൾ മായ്ക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവ കേവല ആശയങ്ങളായിട്ടോ കേവല തത്വങ്ങളായിട്ടോ അതിന് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് ആനന്ദിൻ്റെ ആശയങ്ങളുടെ ഒരു പ്രധാന സവിശേഷത. മാത്രമല്ല അതൊരു മെറ്റഫോറാണ്. ഇപ്പോൾ എന്താ മെറ്റഫോർ എന്ന് പറയാം? ഒരു രൂപകാലങ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ മരുഭൂമികൾ ഉണ്ടാവുന്നത്, ഇന്നലെ ഞാൻ ഇതിനെപ്പറ്റിയാണ് 1 മണിക്കൂർ സംസാരിച്ചത്. അപ്പോൾ ഈ മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്നുള്ളത്തെ മരുഭൂമി വലിയ രൂപകാണ്. മരുഭൂമികൾ വളർന്നുകൊണ്ടിരിക്കുന്നുള്ള സത്യം. ഇപ്പോൾ അരാവലി പർവ്വതം ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചു, അത് തട്ടി തകർത്ത് നിങ്ങൾ ഖനനം ചെയ്ത് എടുത്തോളാം. അതിപ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ വിധി വരും, നടപ്പാകും. അത് വലിയ ഖനന കമ്പനികൾ ആ മല മുഴുവൻ നിരപ്പാക്കും. ഇപ്പോൾ 100 മീറ്ററിൻ്റെ മുകളിലുള്ളതൊക്കെ താഴെയുള്ളതൊക്കെ കട്ട് ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ അത് ആ നിര തടവ് പോയാൽ ഈ മരുഭൂമി ഇനി വളരും. മരുഭൂമി ഡൽഹിയെ വിഴുങ്ങും, മരുഭൂമി ഗംഗാസമതലത്തിനെ വിഴുങ്ങും. അപ്പം അങ്ങനെ രാജസ്ഥാൻ മരുഭൂമി ഇവിടെ ആസാം വരെ വ്യാപിക്കാതിരിക്കുന്നതിനുള്ള തടസ്സമായിട്ട്, മരുഭൂമി വളരാതിരിക്കാനുള്ള തടസ്സമായിട്ട്, മരുഭൂമി ശീതഭൂമിയെ, അതായത് കൃഷി ചെയ്യുന്ന ഭൂമിയെ കവരാതിരിക്കാനുള്ള തടസ്സമായിട്ട് അരാവലി പർവ്വതനിരകളാണ്. അത് വേണ്ട പോലെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഈ വിധി. ഈ സത്യമുണ്ട്. അപ്പം അന്നേ അല്ലാതെ തന്നെ പ്രാകൃതികമായിട്ട് തന്നെ ആ മരുഭൂമി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് അവിടെ ഈ കഥ വരുന്നത്. ആ മരുഭൂമി അപ്പം എന്തിൻ്റെയൊക്കെ രൂപക? മരുഭൂമി എങ്ങനെ ഉണ്ടാകുന്നത്? മണൽ കൊണ്ടാണ് മരുഭൂമി ഉണ്ടാകുന്നത്. മണലെന്ന് പറയുന്നത് മണ്ണാണ് ശരിക്കുള്ളത്. മണ്ണിലെ ഈർപ്പം അത് ഇല്ലാതാവുമ്പോൾ അത് മണലായിട്ട്, തരികളായിട്ട്, ഇഴുക്കം, പശ, അന്യോന്യമായിട്ടുള്ള ബന്ധം, അന്യോന്യമായ കെട്ടുപാട്, ഇതൊക്കെ ഇല്ലാതായിട്ട് മനുഷ്യൻ മണലുകളായിട്ട് തരികളായിട്ട് തിരിയും. അപ്പം മനുഷ്യനെ ഒട്ടിച്ചു നിർത്തുന്ന പശകൾ, സ്നേഹത്തിൻ്റെ പശകൾ, കർത്തവ്യത്തിൻ്റെ പശകൾ, ആത്മാർത്ഥതയുടെ പശകൾ, ഇങ്ങനെ ഒരുപാട് പശകൾ കൊണ്ടാണ് നമ്മളൊക്കെ ഒട്ടിച്ചു നിർത്തിയ ഒരു സമൂഹമായിട്ട് നിൽക്കുന്നത്. ഈ പശ, ഈ അന്യോന്യ ആർദ്രതയുടെ പശ, അതെപ്പോൾ തീരുന്നുവോ, എപ്പോൾ ഇല്ലാതാവുന്നുവോ, അതിനെ തടഞ്ഞു നിർത്തുന്ന അരാവലി പർവ്വതങ്ങൾ എപ്പോൾ
തകർന്നു വീഴുന്നുവോ ആ സമയം മുതൽക്ക് നമ്മൾ മണൽത്തരികളും അവരുടെ പരസ്പരമായ കിരികിരിപ്പും മാത്രമായിട്ട് തീരുന്നു എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇത് വളരെ യുണീക്കായ ഒരു പുസ്തകമാണ്. ആനന്ദിൻ്റെ ഒരു കഥയിലും ഇത് മുമ്പ് ആൾക്കൂട്ടം ഒരു വലിയ രൂപകമായിട്ട് വരുന്ന പോലെ മരുഭൂമി ഒരു വലിയ രൂപകമായിട്ട് വരുന്ന ഒരു കൃതിയാണത്. അപ്പോൾ ഈ ഇങ്ങനെ വലിയ രൂപകങ്ങൾ, മെറ്റഫറുകൾ ഉണ്ടാക്കുന്നത് വഴിയാണ് ആനന്ദ് വലിയ കഥകളും അതിൻ്റെ ഉള്ളിൽ ആശയങ്ങൾ, വാദഗതികൾ, കഥാപാത്രങ്ങൾ, ചരിത്രം അങ്ങനെയൊക്കെ അതിൽ നിറച്ച് അതുകൊണ്ട് നെയ്തെടുത്ത ഒരു രൂപകമാണ് ഇത് എന്ന് പറയാം. വളരെ ശരിയാണ്. നമ്മളിപ്പോൾ മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞാലും ഇപ്പോൾ ഗോവർദ്ധൻ്റെ യാത്രകൾ, നീതിയെ സംബന്ധിച്ചുള്ള അല്ലേ, അനീതി ഒരു വലിയ രൂപകമായിട്ട് നിൽക്കുന്നതാണ് ആനന്ദ്. പലപ്പോഴും ആനന്ദിൻ്റെ ശില്പത്തിൽ പോലും അതിൻ്റെ ഒരു തർജ്ജമയായിട്ടും ആ ശില്പത്തിൻ്റെ കഥാവാങ്മയങ്ങളായി ആനന്ദിൻ്റെ അല്ലെ ഭാഷാവാങ്മയങ്ങളായി ആനന്ദിൻ്റെ കഥകളെയും കാണാം എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ അതായത് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷമുണ്ടായിട്ടുള്ള ആനന്ദ് ഈ KC-യുടെ പഠനത്തിൽ തന്നെ ഇങ്ങനെ വേദനയെ പല നിലയിൽ സർഗാത്മകമായി വിടർത്തുമ്പോൾ, അപ്പോൾ വേദനയുടെ നീതിശാസ്ത്രം, വേദനയുടെ എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ വിജ്ഞാനശാസ്ത്രം, വേദനയുടെ കാവ്യശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ആനന്ദിൻ്റെ ആ എഴുത്തു രീതിയെ ഈ നിലയിൽ കൂടി കാണുന്നുണ്ട്. അത് ഇങ്ങേയറ്റത്തെ, അതായത് ഏറ്റവും പുതിയ കാലത്തെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴാണ് ആനന്ദ് ഓരോ സന്ദർഭത്തിലും അതിൻ്റെ വർത്തമാനത്തിൻ്റെ സംഘർഷങ്ങളോടുള്ള പ്രതികരണം കൂടിയായിട്ടാണ് അത് എഴുതിയതെങ്കിലും അത് ഭാവിയിലേക്ക് കൂടി ചേർത്ത് വെച്ചിട്ടുള്ള എഴുത്തായിരുന്നു. അതിനെക്കുറിച്ച് കൂടി, അതായത് ഇപ്പോൾ ആനന്ദിലേക്ക് നോക്കുമ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്നും ഭാവി കാലമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ വ്യാസനും വിഘ്നേശ്വരനും എന്നുള്ള പുസ്തകത്തിൽ ഒരു കഥാപാത്രമുണ്ട്. അയാൾ നാളത്തെ പത്രം ഇന്ന് വായിക്കുന്ന ഒരാളാണ്. അത് വായിച്ച് അയാൾക്ക് അത് റിയൽ ക്യാരക്ടറാണ്. ആനന്ദ് എന്നോട് പറഞ്ഞു, അയാളുടെ ഒരു സ്നേഹിതന് ഉണ്ടായൊരു അനുഭവമാണ്. അയാൾ മരിച്ചുപോയി ഈ പ്രാന്ത് പിടിച്ചിട്ട്. അയാളുടെ എല്ലാ സംഗതിയും അയാൾ പേപ്പർ വായിച്ചാൽ ഇന്നത്തെ വാർത്തയല്ല നാളത്തെ വാർത്തയാണ്. ആലോചിച്ച് നോക്കൂ, ഇങ്ങനൊരു ഇല്യൂഷൻ ഇന്ന് പത്രം വായിക്കുമ്പോൾ നാളത്തെ വാർത്തകളൊക്കെ തെളിഞ്ഞു വരുന്ന മറ്റുള്ള ഇല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനൊരു വിചിത്രമായ പത്രം വായനയുടെ ഭയാനകത ആണ് അയാൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അയാൾ ഈ വായിച്ച് അയാൾക്ക് ഭ്രാന്ത് പിടിക്കുക. അങ്ങനെ അയാൾ യാത്ര ചെയ്യുമ്പോൾ അയാളോടൊപ്പം കയറിയ സന്ദർശകൻ അയാൾ ആ യാത്ര ചെയ്യുന്ന തീവണ്ടിയുടെ മുമ്പിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നു. ആ വണ്ടിയിലാണ് അയാൾ. പക്ഷെ വണ്ടി നിർത്തിയപ്പോൾ ഇയാൾ ആ വണ്ടിയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ഇതേ വിപ്രമാണ്. അതായത് ഇന്നത്തെ കഥ പറയുമ്പോൾ അത് നാളത്തെ കഥ അതിൻ്റെ മുമ്പിൽ വന്നു വിടുന്നു. ഇപ്പം ഈ മരുഭൂമി എഴുതിയത് 1989 അത് എഴുതാനുള്ള കാലം ഞാൻ ബംഗാളിൽ താമസിക്കുമ്പോൾ ആണ് അദ്ദേഹം എന്നെ 5-8 ചാപ്റ്റർ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇന്ന് ഈ അരാവലി കഥനത്തോട് ഒരു നടക്കുകയാണല്ലോ. അപ്പം എന്താ, ഈ ഭാവി കഥ തന്നെയാണ് ഈ അന്ന് 89 എഴുതിയത്. ഇന്ന് ഈ നടക്കുന്ന ഈ കഥ അന്ന് എഴുതി കഴിഞ്ഞു. അപ്പം ഈ നാളത്തെ ഭാവിയുടെ ഭാവികാല പ്രസക്തിയോടുകൂടി, അങ്ങനെ ഭൂതകാല പ്രസക്തിയോടുകൂടിയല്ല, ഭാവികാല പ്രസക്തിയോടുകൂടിയ ഒരു എഴുത്തുകാരുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ ആനന്ദമാണ്. അത് നാളത്തെ കഥ എഴുതാം. അപ്പം ഒരു ഭാവിയുടെ ചരിത്രകാരൻ എന്ന് പോലും പറയാവുന്ന വിധത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് തോന്നുന്നത്. നമ്മൾ ആനന്ദിനെക്കുറിച്ച് പറയുമ്പോൾ ആനന്ദ് ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് അടിസ്ഥാനപരമായി ഒരു മലയാളിയാണ്. മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ആനന്ദിനെ ഇങ്ങനെയൊക്കെ ഒരു ഇന്ത്യൻ എന്നതിൽ കവിഞ്ഞ് ഒരു തദ്ദേശീയമായ ഒരു എഴുത്തുകാരനാക്കി ആനന്ദിനെ കാണാൻ പാകത്തിലുള്ള രചനാ രീതികളോ സമീപനങ്ങളോ ആനന്ദിൽ കാണാൻ പറ്റില്ല. ഇല്ല. അദ്ദേഹം മലയാളി എഴുത്തുകാരൻ. ഞാൻ അവിടെ കൽക്കത്തയിലും അവിടെ ഫറാക്കയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ജുബ്ബയും ഒരു കുർത്തയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗാളി ബാബു എന്നല്ലാതെ വേറെ ഒരാൾ തിരിച്ചറിയില്ല. തടിച്ച കണ്ണടി, ഒരു ബംഗാളി മുഖച്ഛായ, ടൈറ്റ് ലിപ്സ്. അപ്പോൾ അയാൾ അവിടുത്തെ 16 വർഷം ബംഗാളിലായിരുന്നു. നാടൻ ഈ ചലിത് ബംഗാളി എന്ന് പറയും, അതായത് നാടോടി ഭാഷ, നാടോടി ബംഗാളി. അതിന് പ്രാദേശിക ശൈലീഭേദങ്ങളുണ്ട്. ആ ഫറാക്ക എന്ന് പറയുമ്പോൾ മുർഷിദാബാദിൻ്റെ
മുകളിലുള്ള സ്ഥലമാണ്. അവിടുത്തെ നാട്ടുഭാഷ സംസാരിക്കും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൻ എന്നല്ലാതെ അവരാരും വിചാരിച്ചിട്ടില്ല ഇയാൾ മലയാളത്തിൽ വലിയ ഗംഭീരനായ എഴുത്തുകാരനാണെന്നോ. അവർ എഞ്ചിനീയർമാർ, ഈ KN രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ CPIML ലീഡർ ആനന്ദിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹം വിട്ടുപോന്നു, നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ ചേർന്നു. ആനന്ദ് വിട്ടുപോരാതെ അവിടെ നിന്ന ആളാണ്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ മലയാളിത്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രൂപത്തിലോ ഭാഷയിലോ ഒന്നുമില്ല. ധാരാളം ഹിന്ദി വാക്കുകളുണ്ട്, ധാരാളം ഹിന്ദി പാട്ടുകൾ അതിൽ കൂട്ടിയുന്നുണ്ട്. വൊക്കാബുലറിയിൽ ലാഠി എന്ന് പറയും. ലാഠി എന്ന് നമ്മൾ പറയില്ല, ലാത്തീനെ മലയാളത്തിൽ പറഞ്ഞു. പക്ഷേ ആനന്ദ് ഇത് ലാഠിയില്ല, കാരണം ഹിന്ദിയിൽ അതാണ്. അതുപോലെ എന്താ പറയണ്ടത്, അദ്ദേഹം പറയുക ഈ പാകിസ്ഥാൻ എന്ന് ഈ മലയാളികളെ തെറ്റി എഴുതും. എന്നോട് പറയാം, ഞാൻ ഈ പാകിസ്ഥാൻ എന്ന് എഴുതി അയച്ചാൽ മാതൃഭൂമിയിലത്തെ പ്രൂഫ് റീഡർ അത് പാകിസ്ഥാൻ എന്നാക്കും. അങ്ങനെ വാക്കില്ല. പാകിസ്ഥാൻ പേർഷ്യൻ വാക്കാണത്. ഉസ്ബെക്കിസ്ഥാൻ എന്നേ ഉള്ളൂ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് സ്ഥാനല്ലാതെ സ്ഥാൻ എന്നില്ല. സ്ഥാൻ സംസ്കൃതമാണ്, സംസ്കൃതത്തിലെ സ്ഥാനുള്ളൂ, മറ്റേ എന്നാണ്. പക്ഷേ ഇവിടെ എല്ലാവരും തിരുത്തി. അപ്പം നമ്മൾ അതിനെ ദേശീയവൽക്കരിച്ച് നമ്മുടേതാക്കി മാറ്റിയിടും. പക്ഷെ ആനന്ദ് അങ്ങനെ ഒരു പുറം പ്രദേശവാസിയാണ്. കേരളത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ ഭാഷയിൽ നിന്നും മെയിൻ സ്ട്രീമിൽ അല്ല അയാൾ നിൽക്കുന്നത്, അതിൻ്റെ പുറത്താണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്നവൻ. അപ്പോൾ ഈ എഡ്വേർഡ് സെയ്ദ് പറയുന്നത് ഒരു റിയൽ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത് ഈ വീട്ടിൽ നിൽക്കുന്ന ആളല്ല, അയാൾ ഹോമിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അയാൾ വീട്ടിൽ നിന്ന് ഭ്രഷ്ടനായ ആൾ, എക്സൈലാണ്. അയാൾ എക്സൈലാണ് എന്ന് വെച്ചാൽ അയാൾക്ക് ഈ നാടിനെയും ഈ കാലത്തിനും പുറത്ത് നിൽക്കുക. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഈ സമയത്തെ, ഈ പീരിയഡിനെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻ്റലക്ച്വലിൻ്റെ പ്രധാനമായ സ്ഥാനം എന്ന് പറയുന്നത് എക്സൈൽ ആയിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് എഡ്വേർഡ് സെയ്ദ് അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ആൻഡ് ഇമ്പീരിയലിസം എന്നുള്ള പുസ്തകത്തിൽ വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ആനന്ദിനെയാണ് ഓർക്കുക. അദ്ദേഹം പുറം പ്രദേശ അദൃശ്യൻ എന്നാണ്. പ്രവാസിയുമല്ല. പ്രവാസിയല്ല. പ്രവാസി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ വേറെ നാട്ടിൽ പോയി താമസിക്കുന്ന ആളല്ല. ഈ നമ്മളെ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന ഓണവും മറ്റേ തിരുവാതിരയും ഒക്കെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരാൾ. ഇത് കേരളീയനല്ല. അങ്ങനെ മലയാള ഭാഷയിൽ എഴുതുന്നു, ഇപ്പോൾ ഏത് ഭാഷയിലും ആൾക്ക് എഴുതാം. അങ്ങനെയുള്ള നമ്മുടേതല്ലാത്ത ഒരു അന്തരീക്ഷം ശ്വസിച്ചുകൊണ്ട്, നമ്മുടേതല്ലാത്തൊരു പാഠം ശ്വസിച്ചുകൊണ്ട്, ആനന്ദിൻ്റെ കഥകൾ നോക്കിയാൽ ഇപ്പോൾ മറ്റേ വിഗ്രഹം രാജസ്ഥാനിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പം മറ്റേ അത് ഓരോ കഥ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതിലെ കബാഡ എന്ന് പറയുന്നത് 3 രാജ്യങ്ങളുടെ കഥയാണ്. അത് ബംഗ്ലാദേശുണ്ട്, ഇന്ത്യയുണ്ട്, ഡൽഹിയുണ്ട്. അങ്ങനെ ഓരോ വിഗ്രഹം ഗുജറാത്തും രാജസ്ഥാനും ഉണ്ട്. ഇങ്ങനെ ഓരോ ഇന്ത്യയിലത്തെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ആനന്ദിൻ്റെ കഥകളുടെ പശ്ചാത്തലവും വിഷയമായിട്ടുണ്ട്. കേരളത്തിനെ വിഷയമാക്കിയിട്ട് ഒരു കഥ അദ്ദേഹം എഴുതിയിട്ടില്ല. ആ കേരളീയൻ ആണ്. അപ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ എക്സൈലായിട്ട് പുറം പ്രദേശത്ത് നിൽക്കുന്ന ഒരാളാണത്. അപ്പോൾ അത് തിയറിറ്റിക്കലി അത് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്ന ഇതല്ല, അദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനം കൊണ്ടാണ് കേരളത്തെ മാത്രമല്ല, നമ്മുടെ കാലത്തിനെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ കാലത്തിനെ കൂടി കാണാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അത് ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് ഒപ്റ്റിമിസ്റ്റാണോ? ഞാൻ ആശ കൈവടിഞ്ഞിട്ടില്ല, ആശിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. ഈ മരുഭൂമിയുടെ അവസാനം പറയുന്നുണ്ട് ആശിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റാണ്. പക്ഷേ ഒപ്റ്റിമിസം എന്നുണ്ടല്ലോ, അത് അന്ധമായിട്ടുള്ള ഇതല്ല. അതിലെപ്പോഴും ഒരു സ്കെപ്റ്റിസിസം ഉണ്ട്, ഒരു സന്ദേഹവാദിയുടെ ഒപ്റ്റിമിസം. അപ്പോൾ അത് വലിയ ശക്തിയാണ്. മറ്റേ ഈ സ്കെപ്റ്റിസിസം ഓഫ് ദ വില്ലും അത് മൈൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ആനന്ദ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സംഘാടകർ സമയത്തെക്കുറിച്ചുള്ള അവരുടെ ക്ലോക്കിലെ സമയമായി. എന്തായാലും നമുക്ക് ഓഡിയൻസിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഈ സംവാദം പൂർത്തിയാവുക. ചോദ്യങ്ങളുമായി ഇടപെടാനുള്ളവർ മൈക്ക് സംഘാടകർ നൽകും. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾ. 4 സെഷൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്.
ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കുക. ചില ചോദ്യങ്ങൾക്കൊക്കെ ആനന്ദ് തന്നെ വന്ന് മറുപടി പറയേണ്ടി വരും. മൈക്കൊന്നും കൊടുക്കും. തകഴിയെ കണ്ടെത്തിയത് എം കൃഷ്ണൻ നായരാണെന്ന് താങ്കൾ എഴുതുകയുണ്ടായി. അതൊന്ന് പറയാമോ? തകഴിയെ കണ്ടെത്തിയാലും തകഴിയെ എം കൃഷ്ണൻ പോഞ്ഞിക്കൽ റാഫിയെയും തകഴിയെയും അക്ഷരത്തെറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ ലക്കം. എനിക്ക് മനസ്സിലായില്ല. അത് എന്താ പറയുക? പോഞ്ഞിക്കൽ റാഫിയെ പറ്റി എഴുതിയവർക്കല്ലേ? പോഞ്ഞിക്കൽ റാഫി. പോഞ്ഞിക്കൽ റാഫി ആ കൂട്ടത്തിൽ തകഴിയെ. അതെ അതെ, തകഴിയെ കേസരി ബാലകൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിനെ കണ്ടെത്തിയതും അദ്ദേഹത്തിൻ്റെ കഥ പ്രസിദ്ധീകരിച്ചത്. അത് ഒരു പണ്ടത്തെ കഥയാണ്. 30കളിൽ ഈ തകഴിയെ കൊണ്ട് ഈ മോപ്പസാങ്ങിൻ്റെയും ഒക്കെ കഥ വായിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. തകഴിക്ക് അങ്ങനെ ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, ആനന്ദമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ല. കണ്ടെത്തുക എന്ന് ഇപ്പോൾ എം ഗോവിന്ദൻ ആനന്ദിനെ കണ്ടെത്തി എന്ന് ഞാൻ ഒരു വാക്യം പറയുന്നുള്ള ഓഫ് ഷൂട്ടാണ് ഈ ചോദ്യം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോഞ്ഞിക്കര റാഫി ഈ കേസരിയെ കാണാൻ പോകുമ്പോൾ കേസരി അദ്ദേഹത്തിനെയും കണ്ടിട്ടില്ല, പോഞ്ഞിക്കര റാഫി കേസരിയും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. അതുപോലെ പോഞ്ഞിക്കര റാഫി കണ്ടെത്തിയ പോലെ കേസരി തകഴിയും കണ്ടെത്തി എന്നൊരു വാക്യം അതിലുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം 30കളാണ്. 30കളിൽ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള ഈ പത്രം നടത്തിയിരുന്നു. സമദർശി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പത്രം നടത്തിയപ്പോൾ അതിലേക്ക് തകഴിയുടെ കൊണ്ട് എഴുതിക്കാൻ, അപ്പോൾ തകഴിക്ക് മാതൃകകളൊന്നുമില്ല. എന്താ കഥ, ചെറുകഥ എന്നുള്ളതിന് മാതൃകകളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം മോപ്പസാങ്, ചെക്കോ എന്നുള്ള റഷ്യൻ സാഹിത്യ നായകരുടെ ചെറുകഥകൾ വായിക്കാൻ കൊടുത്തു. അതുപോലെയൊക്കെ എഴുതുമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തകഴിയെ കൊണ്ട് എഴുതിച്ച് തകഴിയെ ഒരു എഴുത്തുകാരനാക്കി പുറത്തെടുക്കുന്നതിൽ കേസരി വലിയ പങ്ക് വഹിച്ചു എന്ന് തകഴി തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതാണ്. സമയത്തിൻ്റെ കുറവുള്ളതിനാൽ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് അഹിതമായത് എന്തോ സംഭവിക്കുന്നു എന്നറിയുന്നതിനെയാണ് നാം വേദന എന്ന് പറയുന്നത്. ആ വേദന പരസ്പരം പകരുന്നതിലൂടെയാണ് നീതിബോധം ഉള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെടുക. അധികാരത്തിനാൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യാനുഭവങ്ങളുടെ സമഗ്രമായ ഒരു ഭൂപടമാണ് ആനന്ദിൻ്റെ കൃതികൾ എന്ന് നമുക്കറിയാം. തീർച്ചയായും ആനന്ദിൻ്റെ കൃതികളുമായിട്ടുള്ള നിങ്ങളുടെ വിനിമയങ്ങൾ പുതിയ ചോദ്യങ്ങളിലേക്കും ഉത്കണ്ഠകളിലേക്കൊക്കെ നിങ്ങളെ നയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആനന്ദിൻ്റെ കൃതികളെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പഠനങ്ങളുടെ അല്ലെങ്കിൽ ആ പഠനങ്ങൾ എഴുതിയ വേദനയുടെ ചില ഉപയോഗങ്ങൾ എന്ന ആ ശീർഷകത്തിൽ എഴുതിയ ആ പഠനം വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. ഇങ്ങനെ ഒപ്പമിരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം കൂടി KC നാരായണൻ സാറിനോട് പങ്കുവെച്ചുകൊണ്ട് ഈ നിമിഷങ്ങൾക്ക് സാക്ഷിയായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്ത സെഷൻ. നന്ദി, എല്ലാവർക്കും നന്ദി. ഞാൻ ആനന്ദിനെ പറ്റിയിട്ട് ഒരു പുസ്തകം തന്നെ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇതിൽ കൊടുത്തത്. അത് ഇക്കൊല്ലം തന്നെ പൂർത്തിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളോടൊന്ന് അറിയിക്കാനും കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുന്നു.